CP 25 പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ 8 മുതൽ 12 വരെ ആലപ്പുഴയിൽ നടക്കും. CP 25 പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായുള്ള സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ 8 മുതൽ 12 വരെ ആലപ്പുഴയിൽ നടക്കും. ഇതുമായി ബന്ധപ്പെട്ട് വയലാറിൽ പാർട്ടി ശതാബ്ദി ആഘോഷ സമ്മേളനം സംഘടിപ്പിക്കും. CP സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായ P. കൃഷ്ണപിള്ളയുടെ അനുസ്മരണ ദിനമായ ഓഗസ്റ്റ് 19 നടത്തുന്ന ശതാബ്ദി ആഘോഷ സമ്മേളനം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. റവന്യൂ മന്ത്രി K. രാജൻ മുഖ്യപ്രഭാഷണം നടത്തും. കൃഷിമന്ത്രി P. പ്രസാദ് അധ്യക്ഷത വഹിക്കും. സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ജില്ലയിൽ 1000 കുടുംബ സദസ്സുകൾ സംഘടിപ്പിക്കും. കുടുംബ സദസ്സുകളുടെ ജില്ലാതല ഉദ്ഘാടനം ജൂലൈ 27-ന് മണഞ്ചേരി റോഡ്മുക്കിൽ മുൻ സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ മാസം 8 മുതൽ 12 വരെ ആലപ്പുഴയിൽ വെച്ച് ചേരുകയാണ്. പാർട്ടിയുടെ സമ്മേളനങ്ങൾക്കുള്ള പ്രാധാന്യം പാർട്ടി സംഘടനാപരമായും രാഷ്ട്രീയപരവുമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് ഈ സമ്മേളനങ്ങളുടെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ്. അന്തിമമായി പാർട്ടി കോൺഗ്രസോട് കൂടിയിട്ടാണ് പാർട്ടി വരുന്ന ആളുകളിൽ സ്വീകരിക്കേണ്ടുന്ന രാഷ്ട്രീയ നിലപാടുകളടക്കമുള്ള കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനത്തിലേക്ക് എത്തുന്നത്. 25ാമത്തെ പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായിട്ടാണ് CPIയുടെ സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ മാസം 8 മുതൽ 12 വരെ ആലപ്പുഴയിൽ ചേരുന്നത്. ഓരോ ജില്ലകൾക്ക് സമ്മേളനം നിശ്ചയിച്ചു കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുക എന്നതാണ്. ആലപ്പുഴയിലാണ് സമ്മേളനം ഞങ്ങൾ ഇപ്രാവശ്യം നിശ്ചയിച്ചത്. കഴിഞ്ഞ 42 വർഷത്തെ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ആലപ്പുഴയിൽ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. ഈ സമ്മേളനം ഏറ്റവും വലിയ വിജയപ്രദമാക്കി തീർക്കുന്നതിനുള്ള ഒരുക്കങ്ങളിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലയിലെ എല്ലാ ഘടകങ്ങളും പ്രവേശിച്ചിരിക്കുകയാണ്. സംസ്ഥാന സമ്മേളനത്തിൻ്റെ മുന്നോടിയായി ബ്രാഞ്ച്, ലോക്കൽ, മണ്ഡലം, ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയാവേണ്ടതുണ്ട്. ആ സമ്മേളനങ്ങളെല്ലാം ആലപ്പുഴയിലും പൂർത്തിയായി. ആദ്യം പൂർത്തിയായ ജില്ലാ സമ്മേളനം കേരളത്തിലെ ആലപ്പുഴയിലാണ്. സംസ്ഥാന സമ്മേളനം നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ആലപ്പുഴ ജില്ലാ സമ്മേളനം വളരെ നേരത്തെ തന്നെ പൂർത്തിയാക്കുന്ന ഒരു സമയം നിശ്ചയിച്ച് നൽകുകയും അതനുസരിച്ച് പൂർത്തിയാവുകയും ചെയ്തു.